ചേട്ടാ ഒന്ന് കട വരെ പോവോ? നീ എവിടുന്നാ വരുന്നേ? ഞാൻ സ്കൂളിൽ വിട്ട് തരും. ആണോ? പൈസ ഉണ്ടോ കയ്യില്? ആ, അങ്ങോട്ട് 60 എൻ്റെ അടുത്തുണ്ട്. എടാ മോനെ, നിന്നെ ഞാൻ ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ വിടുന്നത്. നിങ്ങൾ ഈ സ്കൂളിൽ വിട്ട് പോകുമ്പോഴൊക്കെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പോയിട്ട് ഇപ്പോൾ 60 രൂപ നീ തരണ്ടേ? അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വിടുന്നത്. നിങ്ങളൊക്കെ നടന്നു പോകണം. നടന്നു പോയിട്ട് പഠിച്ച് വലിയ ആളായിട്ട് നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നടന്നു പോകുന്നത് കൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനും അത് മെച്ചം തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും നടന്നു പോയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ജോലി മേടിക്കുമ്പോഴാണ് നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ചേട്ടാ, എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓട്ടോ വിളിച്ചത്. ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ ഓട്ടോ തന്നെയല്ലേ ഓടിക്കുന്നേ? ആദ്യം ചേട്ടൻ ഒരു നല്ല നിലയിലെത്തി, എന്നിട്ട് ഉപദേശിക്കാൻ പോ. എനിക്ക് നിങ്ങളെ ഓട്ടോ വേണ്ട. എടാ മോനെ, നിനക്ക് നടക്കാൻ വയ്യ, ഞാൻ കൊണ്ടുവിടാം കേട്ടോ. വേണ്ട ചേട്ടാ, ഞാൻ നടന്നു പോയിക്കോളാം.